കേരളത്തിൽ രമേശ് ചെന്നിത്തലയുടെ നേതൃത്വത്തിൽ ആഭ്യന്തര വകുപ്പ് നടപ്പിലാക്കുന്ന ഓപ്പറേഷൻ തൂഫാൻ ലഹരി വിരുദ്ധ ദൌത്യത്തിന്റെ വൻ വിജയം അതിർത്തി കടന്ന് അയൽ സംസ്ഥാനങ്ങളിലേക്ക് പടരുകയാണ്. ഹോം അപ്ലയൻസസും കിച്ചൺ അപ്ലയൻസസും ഒക്കെ വാങ്ങുമ്പോൾ ചെറിയ തവണകളായി തിരിച്ചടയ്ക്കാനുള്ള EMI സ്കീമുകൾ മൈജി ഫ്യൂച്ചറിലുണ്ടല്ലോ. എക്സ്പീരിയൻസ് ചെയ്യാം നെക്സ്റ്റ് ലെവൽ ഷോപ്പിംഗ് മൈജി ഫ്യൂച്ചറിൽ. തമിഴ്നാട് മുഖ്യമന്ത്രിയായി അധികാരമേറ്റതിന് പിന്നാലെ ലഹരിക്കെതിരെ അതിശക്തമായ നിലപാടുകൾ സ്വീകരിച്ചു പോരുന്ന ജനപ്രിയ നേതാവ് ജോസഫ് വിജയ് കേരളത്തിന്റെ ഈ പ്രതിരോധ മാതൃക, അതായത് ഓപ്പറേഷൻ തൂഫാനിൽ വലിയ രീതിയിൽ ആകർഷകനായിരിക്കുകയാണ്. ഇതോടെ ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തലയ്ക്ക് തമിഴകത്തും ആരാധകർ ഏറെയാണ്. തമിഴ്നാട്ടിലും ലഹരി ശൃംഖലകൾക്കെതിരെ ഒരു തരത്തിലുമുള്ള ഒരു വിട്ടുവീഴ്ചയുമില്ലാത്ത പടയൊരുക്കം നടത്തുന്ന ഇളയ ദളപതി ചെന്നിത്തലയുടെ പ്ലാനുകൾ അതേപോലെ തമിഴ്നാട്ടിലും നടപ്പിലാക്കാനായിട്ട് ഒരുങ്ങുകയാണ്. ഇരു സംസ്ഥാനങ്ങളിലെയും മുഖ്യമന്ത്രിയും ആഭ്യന്തരമന്ത്രിയും തമ്മിൽ നടക്കാനിരിക്കുന്ന അതിനിർണായക കൂടിക്കാഴ്ച ദക്ഷിണേന്ത്യയിലെ ലഹരി മാഫിയയുടെ വേരറക്കുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഇന്ന് 11:30 ചെന്നൈയിൽ ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തലയും അതോടൊപ്പം തന്നെ തമിഴ്നാട് മുഖ്യമന്ത്രി വിജയും തമ്മിൽ ഓപ്പറേഷൻ തൂഫാനുമായി ബന്ധപ്പെട്ട് ഒരു ചർച്ച നടക്കുന്നുണ്ട്. കോട്ടയത്ത് കാരിത്താസ് ആശുപത്രിയിൽ നടന്ന ചടങ്ങിൽ ലഹരി മാഫിയയുടെ വലയിൽ വീണ് ജീവിതം തകർന്ന ഒരു നേഴ്സിനെ പറ്റി ഞെട്ടിപ്പിക്കുന്ന അനുഭവ കഥ പങ്കുവച്ചാണ് ചെന്നിത്തല ലഹരിക്കെതിരെയുള്ള പോരാട്ടത്തിന് പുതിയ വീര്യം പകർന്നത്. അറിവുള്ളവർ പോലും രാസലഹരിയുടെ അടിമകളാകുന്ന ഭയാനകമായ സാഹചര്യത്തെ മുൻനിർത്തി ആവിഷ്കരിച്ച ഓപ്പറേഷൻ തൂഫാൻ ഷീൽഡ് ഇന്ന് മറ്റ് സംസ്ഥാനങ്ങളെയും ഉറ്റുനോക്കുന്ന മാതൃകയായി മാറിയിരിക്കുകയാണ്. കേരളത്തിനുള്ളിൽ ലഹരി ശൃംഖലയെ വലിഞ്ഞു മുറുക്കുന്നതിനൊപ്പം അതിർത്തി കടന്നുള്ള മയക്കുമരുന്ന് കടത്ത് പൂർണ്ണമായി തടയാൻ തമിഴ്നാട് സർക്കാരുമായി കൈകോർക്കുകയാണ് ചെന്നിത്തലയുടെ അടുത്ത ലക്ഷ്യം. ഇതിന്റെ ഭാഗമായി ഇന്ന് രാവിലെ 11:30 ചെന്നൈയിൽ വെച്ച് തമിഴ്നാട് മുഖ്യമന്ത്രി ജോസഫ് വിജയുമായി രമേശ് ചെന്നിത്തല കൂടുതൽ ചർച്ച നടത്തി ഈ ഓപ്പറേഷൻ തൂഫാൻ കേരളത്തിൽ നിന്നും അതേപോലെ നേരെ തമിഴ്നാട്ടിലേക്ക് കൊണ്ടുവരുന്ന ഒരു രീതിയിലേക്ക് ഇരു സർക്കാരും ഒരു കൈ കൊടുക്കുമെന്നതാണ് ലഭിക്കുന്ന സൂചനകൾ. കേരളം വിജയിപ്പിച്ചെടുത്ത ഓപ്പറേഷൻ തൂഫാൻ മാതൃക തമിഴ്നാട്ടിലും വ്യാപിപ്പിക്കുന്നതിനെ കുറിച്ച് ഇരു സംസ്ഥാനങ്ങളിലെയും പോലീസിനെയും രഹസ്യാന്വേഷണ വിഭാഗങ്ങളെ ഏകോപിപ്പിച്ചുകൊണ്ട് സംയുക്ത തിരച്ചിൽ നടത്തുന്നതിനെ കുറിച്ചും നേതാക്കൾ ചർച്ച ചെയ്യും. തമിഴ്നാട് മുഖ്യമന്ത്രി DK ശിവകുമാറുമായുള്ള ചർച്ചകൾക്കും ദക്ഷിണേന്ത്യൻ DGPമാരുടെ യോഗത്തിനു പിന്നാലെ വിജയമായി നടത്തുന്ന ഈ കൂടിക്കാഴ്ച ഓപ്പറേഷൻ തൂഫാന് പുതിയൊരു മാനം നൽകുമെന്നാണ് വിലയിരുത്തുന്നത്. രമേശ് ചെന്നിത്തല മുന്നോട്ട് വച്ച ഈ വിപ്ലവാത്മക ആശയം ഏറ്റെടുക്കാൻ മറ്റ് ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളും താല്പര്യം പ്രകടിപ്പിച്ചിട്ടുണ്ട്. അതിർത്തിയിലെ സകല ഫാസസുകളും അതോടൊപ്പം തന്നെ സകല ബോർഡറുകളും എല്ലാം അടച്ചുകൊണ്ട് സകല ചെക്ക് പോസ്റ്റുകളും അടച്ചുകൊണ്ട് സംയുക്തമായ ഒരു പരിശോധന കഴിപ്പിക്കുക വഴി അതിർത്തി കടന്നുള്ള ലഹരി മാഫിയകളുടെ വേരറക്കുക എന്നതാണ് പ്രധാനപ്പെട്ട ലക്ഷ്യം. അതായത് സ്വകാര്യ ടൂറിസ്റ്റ് വാഹനങ്ങൾ അതോടൊപ്പം തന്നെ സ്വകാര്യ ട്രാവൽ വെഹിക്കിൾ ഉൾപ്പെടെയുള്ള വലിയ വാഹനങ്ങളിലടക്കം ഇതുപോലെ തമിഴ്നാട്ടിൽ നിന്നും കേരളത്തിൽ നിന്നും തമിഴ്നാട്ടിലേക്ക് വലിയ രീതിയിൽ ചെക്ക് പോസ്റ്റ് വഴി അതിർത്തി കടന്നു പോകുന്നുണ്ട് എന്നതാണ് ഏറ്റവും പ്രധാനം. കൂടാതെ KSRTC ബസ്സുകൾ ഉൾപ്പെടെയുള്ള ബസ്സുകൾ സർക്കാരിന്റെ ബസ്സുകൾ ഉപയോഗിച്ചുകൊണ്ടും ലഹരി കടത്ത് നടത്തുന്നുണ്ട് എന്നൊരു സൂചന പോലീസിന് ലഭിച്ചിട്ടുണ്ട്. ഇരു സംസ്ഥാനങ്ങളിലുള്ള സ്റ്റേറ്റ് IBകൾക്ക് ലഭിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ എല്ലാ വണ്ടികളും തമിഴ്നാടിന്റെ അതിർത്തി കടന്നു പോകുന്നതും കേരളത്തിന്റെ അതിർത്തി കടന്നു പോകുന്നതുമായിട്ടുള്ള സകല വണ്ടികളിലും ഇനി പരിശോധന നടത്താനുള്ള ഒരു നിർണായകമായ ഒരു നീക്കമാണ് കേരളവും തമിഴ്നാടും തമ്മിൽ ഇപ്പോൾ എടുത്തിട്ടുള്ളത്. തമിഴ്നാടിന്റെ പൂർണ്ണ പിന്തുണ കൂടി ഉറപ്പാക്കുന്നതോടെ ദക്ഷിണേന്ത്യയിലെ ലഹരി സിൻഡിക്കേറ്റിന്റെ കൗണ്ട് ഡൗൺ ആരംഭിച്ചു കഴിഞ്ഞിരിക്കുകയാണ്. ഓപ്പറേഷൻ തൂഫാൻ ആരംഭിച്ചതിന് പിന്നാലെ ലഹരി കടത്തിലും വിതരണ ശൃംഖലയിലും വലിയ തിരിച്ചടിയാണ് ഇപ്പോൾ ഉണ്ടായിട്ടുള്ളത്. ഇതിന്റെ തുടർച്ചയായി ലഹരി മാഫിയയുടെ അന്തർ സംസ്ഥാന ബന്ധങ്ങൾ തകർക്കാൻ തമിഴ്നാട് ഉൾപ്പെടെയുള്ള ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളുടെ സഹകരണം ഉറപ്പാക്കാനാണ് സർക്കാർ ശ്രമിക്കുന്നത്. അതിർത്തി മേഖലകളിൽ സംയുക്തമായ ഒരു പരിശോധന, രഹസ്യവിവരം കൈമാറ്റം, പോലീസ് എക്സൈസ് സംവിധാനങ്ങളുടെ ഏകോപനം എന്നിവ ഒരു പ്രധാന ചർച്ചാ വിഷയമാകും. കഴിഞ്ഞ ആഴ്ച കർണാടക മുഖ്യമന്ത്രി DK ശിവകുമാറിനെ ബംഗളൂരിലെത്തി രമേശ് ചെന്നിത്തല കണ്ടിരുന്നു. കൂടാതെ തമിഴ്നാട്, കർണാടക, ആന്ധ്രാപ്രദേശ്, തെലങ്കാന, പുതുച്ചേരി എന്നിവിടങ്ങളിലെ പോലീസ് മേധാവികളുടെ യോഗം തിരുവനന്തപുരത്ത് വിളിച്ചു ചേർക്കുകയും രമേശ് ചെന്നിത്തല ചെയ്തിരുന്നു.